കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടും വഴങ്ങാതെ ഡോക്ടർ ശശി തരൂർ എം പി. ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് തന്റെ ലേഖനമെന്ന നിലപാട് ശശി തരൂർ പരസ്യമാക്കി. തമ്മിൽ തല്ലുന്ന നേതാക്കൾ തന്നെ വിമർശിക്കാനെങ്കിലും യോജിച്ചതിൽ സന്തോഷമെന്നായിരുന്നു തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ശശി തരൂരിന്റെ പ്രതികരണം. തരൂരിനെ പിന്തുണച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തി. ഇതിനിടെ DYFI പരിപാടിക്ക് ശശി തരൂർ ആശംസ അറിയിച്ചത് പുതിയ ചർച്ചകൾക്കിടയാക്കി. സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുള്ള ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി ശശി തരൂരിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എല്ലാം പരിഹരിക്കപ്പെട്ടെന്നായിരുന്നു നേതാക്കളുടെ പ്രതികരണം. എന്നാൽ നേതൃത്വത്തിന് വഴങ്ങുന്നില്ലെന്ന് വ്യക്തമാക്കുകയാണ് പരസ്യ പ്രതികരണത്തിലൂടെ ഡോക്ടർ ശശി തരൂർ. ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് തന്റെ ലേഖനം. നോക്ക്, ഞാൻ ആ ഡേറ്റ സൈറ്റ് ചെയ്ത സോഴ്സസ് ഒക്കെ ആർട്ടിക്കിളുണ്ട്. ഇനി വേറെ സോഴ്സസിൽ വേറെ ഡേറ്റ ഉണ്ടെങ്കിൽ അത് കാണാൻ തയ്യാറാണ് ഞാൻ. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാം ഒരു അടിസ്ഥാനത്തിലേ എഴുതുള്ളൂ. ആഗോള ഏജൻസിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ലേഖനമെന്നും CPIMന്റെ കണക്കല്ലെന്നും ശശി തരൂർ പറഞ്ഞു. സർക്കാരിന്റേത് കള്ളക്കണക്കെന്ന ആരോപണമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റേത്. അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഡാറ്റ നൽകുന്നത് സർക്കാർ തന്നെയാകുമല്ലോ എന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണത്തിന് രമേശ് ചെന്നിത്തലയുടെ മറുപടി. അല്ല, അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ കൊടുക്കുന്ന ഈ ഗവൺമെന്റ് തന്നെ ആയിരിക്കുമല്ലോ. വേറെ ആകാശത്ത് പൊട്ടിക്കണമെന്നൊന്നും ആയിരിക്കത്തില്ലല്ലോ. ശശി തരൂരിനുള്ള മൃദുനിലപാട് ആവർത്തിച്ച KPCC അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തിയതും പാർട്ടിക്കുള്ളിലെ ഭിന്നത വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും ഒളിയമ്പ്. അതിന് മാത്രമുള്ള ദ്രോഹമൊന്നും അതിൽ ചെയ്തിട്ടൊന്നുമില്ല. അതിലൊന്നും നിങ്ങൾ എന്നാ പറയാ, വ്യാഖ്യാനിച്ച് അതിനങ്ങ് കടലിലോട്ട് കൊണ്ടുപോകാണ്. ചർച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ശശി തരൂർ സംസ്ഥാന നേതൃത്വത്തെ പരസ്യമായി പരിഹസിച്ചു. ചിലപ്പോൾ ഒരു സന്തോഷമുണ്ട്, ഇടയ്ക്ക് നമ്മുടെ പാർട്ടിയിലകത്ത് ചില നേതാക്കളുടെ ഇടയിലൊരു തമ്മിത്തലുണ്ടാവുന്ന കേട്ടിട്ട് അത് എപ്പോഴും ഒരു ദുഃഖം തോന്നുന്ന കാര്യമാണ്. ഇത് എൻ്റെ വിഷയത്തിലെങ്കിലും ഐക്യം വന്നു, നല്ല സന്തോഷമല്ലേ, നല്ലൊരു കാര്യമായിരിക്കട്ടെ. ഇതിനിടെ DYFI സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് നേതാക്കൾ തരൂരിനെ ക്ഷണിച്ചു. അദ്ദേഹം വളരെ സ്വാഗതാർഹമായി ഞങ്ങളോട് സമീപിക്കുകയും അദ്ദേഹത്തെ ക്ഷണിക്കാൻ കാണിച്ച മനസ്സിന് നന്ദി രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന് എത്തിച്ചേരാനാകാത്ത അസൗകര്യം വളരെ നല്ല രീതിയിൽ ഞങ്ങളോട് അറിയിക്കുകയും ഒക്കെ ചെയ്തു. തരൂർ വിഷയം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24.